ആക്ടിങ് ഒരു 5 ഹീറോയിൽ ഒരാളായിട്ട് 5 ഹീറോയിൻസും 5 ഹീറോയും ഉള്ളൊരു കഥയായിരുന്നു. സമയം എന്ന് പറഞ്ഞാൽ ഏഷ്യാനിൽ. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ ഞാൻ തന്നെയാണ്. സമയത്തിൻ്റെ ഒരു ടൈറ്റിലിൽ തന്നെ സമയം, ആ മായിലൊരു ക്ലോക്കൊക്കെ അപ്പോൾ അതൊക്കെ ഡിസൈൻ ചെയ്ത് നമ്മളാണ് അങ്ങനെ പെൻഡുലം ടിങ് ടിങ് ഇങ്ങനെ വന്ന്. അപ്പോൾ 9 മണിക്കായിരുന്നു സീരിയൽ. അപ്പോൾ 9ലേക്ക് എത്തുമ്പോൾ സീരിയൽ സ്റ്റാർട്ട് ചെയ്യും. ഉഷസന്ധ്യ എന്ന് പറഞ്ഞ സീരിയൽ, നല്ല സീരിയലായിരുന്നു. അത് നമ്മുടെ ഹരിശ്രീ അശോകൻ ചേട്ടൻ ഫസ്റ്റ് അഭിനയിക്കും. സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് സീരിയലിൽ അഭിനയിക്കും. അശോകൻ ചേട്ടനായിരുന്നു ഒരു ത്രൂ ഔട്ട് വേഷം. ഒരു കൊച്ചു പറഞ്ഞു കൊടുക്കുമ്പോൾ വരയ്ക്കുന്ന പോലെ പോലീസ് അതുപോലെ ഞാൻ വരച്ചിട്ട് വേറെ ആളെ ഹാൻഡിൽ ചെയ്യുന്ന പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ പല സ്റ്റെപ്പുകൾ വരച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് പിരിയൊക്കെ വരപ്പിക്കും. ബാക്കി മുഴുവൻ ഞാൻ ചെയ്യും. അങ്ങനെ അതാണ്. അപ്പോൾ അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ട്രാക്ക് ആൻഡ് റോഡ് ഇട്ടിട്ട് അതിലൊക്കെ കയറിയിരുന്ന ക്യാമറമാൻ ഇങ്ങനെ ട്രെയിനിൽ പോകുമ്പോൾ ആളുകൾ ഭയങ്കര ഇതെന്ന് ചാടി പോകില്ലേ എന്നൊക്കെ ചോദിച്ച് ഒരു ഭയങ്കര രസമായിരുന്നു അവിടെ. ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ഹോം അപ്ലയൻസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. Say yes to EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert. Hey, hello, this is Suraj here. Welcome to Movie World Media. ഇന്ന് മൂവി വേൾഡ് മീഡിയയിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഒരു ആർട്ടിസ്റ്റാണ്. കുറേ വർഷം എക്സ്പീരിയൻസ് ഉള്ള മിനി സ്ക്രീനിലാവട്ടെ എൻ്റർടൈൻമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ഹിയർ വി ജോയിനിങ് വിത്ത് ബിജോയ് വർഗീസ്. ഹായ് സർ. സോ ബിജോയ് വർഗീസ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ കുറേ വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. ചെറുപ്പം മുതൽ ആക്ടിങ് പാഷൻ അല്ലെങ്കിൽ ബിഹൈൻഡ് ദ ക്യാമറ ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ വർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളായിരുന്നു? തീർച്ചയായിട്ടും. എനിക്ക് സീരിയൽസിൽ എപ്പോഴും നമ്മൾ ആദ്യം കണ്ടുകൊണ്ടിരുന്ന ആക്ടിങ്ങിനേക്കാളും പാഷൻ അത് ഒരു മേക്കിങ്ങിനുള്ള താല്പര്യം. പിന്നെ ഞാൻ ഡ്രോയിങ് ആണ് പഠിച്ചത്. BFA ആയിരുന്നു, ബാച്ചുലർ ഓഫ് ഫൈൻ ആർട്സ്. അപ്പോൾ ആർട്ടിനോടുള്ള താല്പര്യം കാരണം ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ബിഹൈൻഡ് ദ ക്യാമറയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. ആക്ടിങ് വലിയ പാഷനായിരുന്നു. അപ്പോൾ അങ്ങനെ ആക്ടിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴും ഞാൻ വേറൊരു സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ സൈഡിലേക്ക് മാറി. ആർട്ട് ഡയറക്ഷൻ ഒരു ഏകദേശം ഒരു 30 സീരിയലോളം വർക്ക് ചെയ്തിട്ടുണ്ട്. ബിജോയ് കുറുപ്പുംപടി എന്ന പേരിൽ, നാടിൻ്റെ പേരാണ്. അങ്ങനെ അങ്ങനെയായിരുന്നു ആ ടൈറ്റിലാണ് ചെയ്തത്. ഇപ്പോൾ മോർ ദാൻ 30 സീരിയൽ ചെയ്തെന്ന് പറഞ്ഞു. 30 സീരിയലോളം. തമിഴിൽ 2 സീരിയൽ ചെയ്തു. തമിഴ് 2 സീരിയൽ, കത്തിയൻട്രേ രക്തമൻട്രേ എന്നൊക്കെ പറഞ്ഞ ഒരു സീരിയൽ, വലിയ സീരിയലായിരുന്നു. അത് അതിൻ്റെ ഡയറക്ഷൻ ഞാനായിരുന്നു. കുറേ എപ്പിസോഡൊക്കെ പോയോ? അത് അൻസാവിഷിൻ്റെ ആയിരുന്നു. കുറേ എപ്പിസോഡ് പോയി. അതെനിക്ക് തോന്നുന്ന ഒരു ആ സമയത്ത് അന്ന് 50-60 എപ്പിസോഡുകളുടെ സീരിയലുകളാണ് കൂടുതൽ. 98-7 ഒക്കെ കാലഘട്ടമാണ് ഈ 30 സീരിയൽ ചെയ്തെന്ന് പറഞ്ഞു. ഇപ്പോൾ സീരിയല് അഭിനയം ഞാൻ 100-ൽ മുകളിലായി. ബിഹൈൻഡ് ക്യാമറയിൽ വർക്ക് ചെയ്യും 30 സീരിയലോളം വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ആക്ടിംഗ് ഉണ്ട്. ഫസ്റ്റ് സീരിയൽ ചെയ്ത് കഴിഞ്ഞ് ആക്ട് ചെയ്ത സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് ഡയറക്ഷൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ ചെയ്ത സീരിയൽസിൽ ബിഹൈൻഡ് ദ ക്യാമറ വർക്ക് ചെയ്ത സീരിയൽസിൽ ഏറ്റവും സ്പെഷ്യൽ സീരിയൽ ഭയങ്കര എഫേർട്ടൊക്കെ ഇട്ട് ഭയങ്കര കുറച്ച് പണി അങ്ങനെ ഒരു ഫീൽ ചെയ്ത ഒരു സീരിയൽ? അതെനിക്ക് തോന്നുന്നു ഈ ഫസ്റ്റ് സീരിയൽ തന്നെയായിരുന്നു. ഫസ്റ്റ് സീരിയൽ ഞാനൊരു ആക്ടിങ് ഒരു 5 ഹീറോയിൽ ഒരാളായിട്ട് 5 ഹീറോയിൻസും 5 ഹീറോയും ഉള്ളൊരു കഥയായിരുന്നു. സമയം എന്ന് പറഞ്ഞാൽ ഏഷ്യാനിൽ. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ ഞാൻ തന്നെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സീരിയൽസിന് അഭിനയിച്ചത്. അപ്പോൾ അന്ന് എൻ്റെ പേര് അമ്പിളിദേവിയായിരുന്നു. അപ്പോൾ അമ്പിളിദേവി ഞാനായിരുന്നു അതിനകത്ത് ഇളയ കുട്ടികൾ. മൂത്തത് ഗണേഷ് കുമാർ, ഞങ്ങളുടെ ആത്മയുടെ പ്രസിഡന്റ് ഗണേഷ് കുമാർ സാറായിരുന്നു. അപ്പോൾ അങ്ങനെ തുടങ്ങി ഞങ്ങൾ താഴെ വരെ 5 പെൺകുട്ടികളുടെ കഥയാണ്. ഇളയ കുട്ടി അമ്പിളിദേവിയാണ്. അപ്പോൾ അമ്പിളിദേവിയുടെ പേര് ഞാനാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സീൻസ് ആ സമയം എന്നുള്ള സീരിയലിൽ ഞങ്ങളുടെ രണ്ടുപേരുടെയായിരുന്നു. കോമ്പിനേഷൻ സീൻസ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ചെയ്തത്. കാരണം ഞാൻ അവൈലബിൾ ആയിരുന്നു. മീൻസ് ആ ലൊക്കേഷനിൽ ഞാൻ എപ്പോഴും ഉള്ളതാണ്. ഞാൻ സീരിയലിൻ്റെ ആ ഡയറക്ടറും കൂടിയാണല്ലോ. അപ്പോൾ ആ ലൊക്കേഷനിലുള്ളത് കൊണ്ട് നമ്മൾ വെച്ച് എപ്പോൾ വേണമെങ്കിലും അവൈലബിൾ ആണപ്പോൾ സീൻ ഉണ്ടാക്കാമല്ലോ. പിന്നെ അമ്പിളിയും വന്ന് എന്തോ 9th സ്റ്റാൻഡേർഡ് പഠിക്കുകയാണ്. അപ്പോൾ എപ്പോൾ വിളിച്ചാലും കിട്ടും. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. ഏറ്റവും കൂടുതൽ സീൻസ് അതിൽ അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഒരു രസകരമായിരുന്നതും ഒക്കെ അത് തന്നെയായിരുന്നു. കാരണം നമ്മളതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പശ്ചാത്തലമായുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഓടി വന്ന് ഫ്രെയിമിൽ വന്ന് നിൽക്കുക. കട്ട് പറയുമ്പോൾ ഓടിപ്പോയി 1-2 കറക്ഷൻസ് ഒക്കെ ചെയ്യാണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് വീണ്ടും തിരിച്ചു വരിക. നമ്മളെപ്പോഴും ഇങ്ങനെ സെറ്റ് ആവുകയൊക്കെ ചെയ്യും. കുറേ പേര് ഓടി വന്ന് അതൊക്കെ ഇങ്ങനെ ഒപ്പിക്കളഞ്ഞിട്ട് ഡയറക്ടർ നമ്മുടെ വളരെ പേഴ്സണലി ക്ലോസ്ഡ് ആയിട്ടുള്ള സൗഹൃദ ബെൽറ്റിലുള്ളവരാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ഫ്രീഡം ഉണ്ടായിരുന്നു. ബിജു വർഗീസും മിസ്റ്റർ PC വേണുഗോപാൽ അവർ രണ്ടുപേരും കൂടിയാണ് ചെയ്തത്. ബിജുചേട്ടനായിരുന്നു കൂടുതൽ ചെയ്തത്. ബിജു വർഗീസ് ആയിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ ബിജുചേട്ടനും ഞാനൊക്കെ ഒരേ കാലഘട്ടത്തിലാണ് ഈ സ്റ്റാർട്ടിങ്. പുള്ളിയും ഇതുപോലെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന സമയത്തായിരുന്നു എൻ്റെ സ്റ്റാർട്ടിങ് ടൈം. അപ്പോൾ നമ്മളിങ്ങനെ അസിസ്റ്റന്റ് ജോബ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ
അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ വിജയേട്ടൻ വിജു വർഗീസ് ഫസ്റ്റ് ഡയറക്റ്റ് ചെയ്യണത് ഒരു ടെലിഫിലിമായിരുന്നു. അത് ഒരു ഓണം സ്പെഷ്യൽ ടെലിഫിലിമായിരുന്നു. ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരൻ്റെ കുമ്പിളിൽ തന്നെ കഞ്ഞി. അതിന്റെ പ്രൊഡ്യൂസർ ഞാനായിരുന്നു, എൻ്റെ പ്രൊഡക്ഷൻ ഞാനായിരുന്നു. എല്ലാം ഈച്ച് ആൻഡ് എവരിത്തിങ്, അതിൻ്റെ ആർട്ട് ഡയറക്ഷനും പ്രൊഡക്ഷനും എല്ലാം നമ്മൾ തന്നെ ചെയ്യും. അപ്പോൾ അന്ന് ഫസ്റ്റ് ബിജു വർഗീസ് ഡയറക്റ്റ് ചെയ്യുന്നൊരു പ്രൊഡക്ഷൻ അതായിരുന്നു. അങ്ങനെ പിന്നെ ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയിട്ട് കുറേ വർക്കുകൾ അങ്ങനെ ഒരുമിച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അന്ന് മറ്റേ നമ്മുടെ യന്ത്ര മീഡിയ എന്ന് പറഞ്ഞിട്ട് ശ്യാം സുന്ദർ ചെന്നൈയിൽ നിന്ന് വന്ന് അദ്ദേഹമായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ. സ്ത്രീ ജന്മം പുണ്യജന്മം എന്നൊക്കെ കൊണ്ട് സീരിയലുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സീരിയലായിരുന്നു ഫസ്റ്റ് സീരിയൽ. അങ്ങനെ പിന്നെ യന്ത്ര മീഡിയ കുറേ സീരിയൽസ് ചെയ്തു. യന്ത്ര സോഫ്റ്റ്വെയർ എന്നുള്ള പേരിലായിരുന്നു. സമയം, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ സമയത്തിൻ്റെ ഒരു ടൈറ്റിലിൽ തന്നെ സമയം, ആ മായിലൊരു ക്ലോക്കൊക്കെ, അപ്പോൾ അതൊക്കെ ഡിസൈൻ ചെയ്ത് നമ്മളാണ് അങ്ങനെ പെൻഡുലം ടിങ് ടിങ് അങ്ങനെ വന്ന്. അപ്പോൾ 9 മണിക്കായിരുന്നു സീരിയൽ. അപ്പോൾ 9ലേക്ക് എത്തുമ്പോൾ സീരിയൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാനന്ന് സീരിയൽസ് ചെയ്യുമ്പോഴും ഇതൊക്കെ കൃത്യമായിട്ട് വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത് ടൈറ്റിൽ വരുമ്പോൾ. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഫസ്റ്റ് നമ്മുടെ സീനായിരിക്കും. അപ്പോൾ അതിലെ ആക്ടിങ്ങിനെയൊക്കെ കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് സിമ്പിളായിട്ടാണ് ചെയ്ത് പോവായിരുന്നു. അന്ന് എന്തൊക്കെ വേണമെന്നോ അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ തയ്യാറെടുക്കണമെന്നോ അറിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത് നമ്മൾ നോക്കി കാണുമ്പോൾ ഭയങ്കര ഫ്രീ ആയിട്ട് ചെയ്തതാണ്. ഇപ്പം നമുക്ക് ബലം വരും. നമ്മൾ കുറേ കോൺഷ്യസ് ആകുമ്പോഴേ നമുക്ക് അത് നോക്കണം, ഇവിടെ നോക്കണം, മുടി നേരെയാണെന്നോ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരുമല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട്. പിന്നെ നല്ല ഒരു ഓർഫൻ ക്യാരക്ടറായിരുന്നു. പിന്നെ ആസ്മ അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് എത്രത്തോളം നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് വളരെ ഭംഗിയായിട്ട് ആ സമയത്തൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് എല്ലാവരും കോവർക്കേഴ്സ് എല്ലാവരും ചുഴലി നമ്മൾ പറയില്ലേ ഈ ആസ്മ. അപ്പം നമുക്കൊരു ടെൻഷനൊക്കെ വരുന്ന സമയത്ത് അത് കൂടുതലുണ്ടാവുന്നത്. എന്തെങ്കിലും നമുക്കൊരു ഇഷ്യൂസ് വരുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് ഇങ്ങനെ വീണിട്ട് വായകിടെന്ന് പറയുമ്പോൾ അതൊക്കെ പത വരും. അപ്പോൾ അന്നൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പേസ്റ്റൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ച് ഇറങ്ങുമ്പോൾ വായ പൊള്ളും. ഭയങ്കര ടഫായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ഫസ്റ്റ് സീറ്റിലായിരുന്നു ഞാനൊരു മെയിൻ ക്യാരക്ടർ ചെയ്ത്, സ്ത്രീയിലും ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തു. പക്ഷേ ഒരു നമുക്കൊരു ത്രൂ ഔട്ട് ക്യാരക്ടർ എന്ന് പറയുന്നത് സമയത്തിലെ ജോ എന്ന കഥാപാത്രം. ഇപ്പോഴും നമ്മൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കുറേ അമ്മച്ചിമാരൊക്കെ അല്ലെങ്കിൽ ചേച്ചിമാരൊക്കെ നമ്മുടെ അടുത്ത് ഇരിക്കുന്നവരൊക്കെ അയ്യോ സമയത്തില് ജോയല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ഭയങ്കര അത്ഭുതം വിചാരിക്കും. കാരണം 26 years ആയി ശരിക്കും. 99-2000 ആ വർക്ക്. അപ്പോൾ ആ ക്യാരക്ടറുടെ പേര് വരെ അത്രയും ആളുകളുടെ മനസ്സിൽ കയറിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ജോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതാണല്ലോ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ. അതാണ് ഒരു അവാർഡ് എന്ന് പറയുന്നത്. അതാണ് ആളുകളത് കണ്ട് ആ ക്യാരക്ടറായിട്ട് റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഒരു സന്തോഷമായിരുന്നു. ഏറ്റവും വലിയ ഗിഫ്റ്റ് അതാണ് ആക്ച്വലി. ഇപ്പോൾ ഒരു ആർട്ട് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തിട്ട് ഒരാളാണ്, ഒരു ആക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ടഫ് ആയിട്ടുള്ളത് ഏതാണ്? ഈ ഡിപ്പാർട്ട്മെന്റ് ഏത് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് ടഫ് ആയിരിക്കും? മറ്റല്ല, നമുക്ക് ക്രിയേറ്റിവിറ്റി ഒരു സമയം ടഫ്. ശരിക്കും നമ്മൾ ഒരു ക്യാരക്ടർ ഉൾക്കൊണ്ട് അതിനെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. ആ ക്യാരക്ടറിന്റെ സ്കിന്നിലോട്ട് കിടക്കുന്നത് നമ്മുടെ സ്കിന്നിലും ഇപ്പോൾ പറയുന്ന പോലെ നമ്മുടെ നോട്ടത്തിലും നമ്മുടെ ബ്രീത്തിങ്ങിൽ വരെ ആ ക്യാരക്ടറിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്നു. ലാൽ സാറിനെ പോലൊന്നും നമുക്ക് പറ്റില്ല എങ്കിൽ പോലും ലാലേട്ടനൊക്കെ നമ്മൾ അതിൻ്റെ ഒരു വലിയൊരു സംഭവമാണല്ലോ. സ്കിന്നിൽ വരെ വരുമല്ലോ. അപ്പോൾ അത് വരുത്താൻ പറ്റുക എന്നുള്ളതാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു കഴിവ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോംവർക്കുകൾ ചെയ്യുക, ആ ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് ഒബ്സർവ് ചെയ്ത് ഓരോ സീൻസ് കഴിയുമ്പോഴും നമ്മൾ ആ ക്യാരക്ടറിലേക്ക് കൂടുതൽ ഇറങ്ങി വരിക. അപ്പോൾ ഒരു സെക്കൻഡ് ഡേ ഒക്കെ വരുമ്പോൾ ഡയറക്ടർ തന്നെ പറയും, ഓക്കെടാ ക്യാരക്ടറായി മിടുക്കൻ എന്നൊക്കെ പറഞ്ഞു. അത് കേൾക്കുമ്പോൾ പിന്നെ നമുക്ക് സന്തോഷം. അപ്പോഴും നമ്മൾ നിർത്തരുത്, വീണ്ടും ആ ക്യാരക്ടർ എത്രത്തോളം നമ്മൾ അതിലേക്ക് നമുക്ക് കയറാൻ പറ്റും. നമ്മളെ മറന്നു പോയിട്ട് നമ്മൾ ഒരു സീൻ കഴിഞ്ഞ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫോൺ വരും. അപ്പോൾ വീട്ടിലെന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും ചിലപ്പോൾ പറയുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വിജോയി ആകും. മനുഷ്യരെല്ലാവരും അങ്ങനെയാണല്ലോ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ക്യാമറയുടെ മുന്നിൽ ഒന്ന് ലൈറ്റ്സ് ഓൺ പറയുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ ആ ചെയ്യുന്ന ക്യാരക്ടർ ആവാന്നുള്ളൊരു ആ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, അതാണ് ശരിക്കും ഒരു ആക്ടറിന് വേണ്ടത്. ആ ക്വാളിറ്റി ശരിക്കും അതിനെ ഒരു ജോബായി കാണുന്ന ആൾക്ക് ഭയങ്കര ടഫായിട്ട് തന്നെ ചെയ്യണം. ഒരു ടഫ് ജോബ് പോലെ തന്നെ അതിനെ അത്രയും ഉൾക്കൊണ്ട്
100% എഫേർട്ട് ഇടണം. എഫേർട്ട് ഇട്ടാൽ മാത്രമാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. ഓഡിയൻസിന് ക്ലിക്ക് ആവത്തുള്ളൂ അല്ലേ, വർക്ക് ക്ലിക്ക് ആവത്തുള്ളൂ. ആൻഡ് ഇപ്പോൾ കുറേ അന്ന് കാലത്തിൽ സീരിയൽസിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ചലഞ്ചസ് ആണ്. ഇപ്പോൾ ഫാമിലി എല്ലാവരും ഈ ഇൻഡസ്ട്രീനെ പറ്റി ഇപ്പം എന്ന് പറയുന്നത് ഈസിയാണ് അപ്രോച്ച് ചെയ്യാനാണെങ്കിലും ഇതിൽ ഓൺ ബോർഡ് വരാനാണെങ്കിലും. ഹാർഡ് വർക്ക് ഉണ്ട്, ടാലന്റ് ഉണ്ടെങ്കിൽ മാത്രമേ വരാൻ പറ്റുള്ളൂ. പക്ഷെ ചാനൽ ഈസിയാണ്. ആ സമയത്ത് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ടൈമാണ്. അവസരങ്ങളില്ലായിരുന്നു. അവസരങ്ങൾ കണ്ടുപിടിക്കാൻ ഒരുപാട് നടന്ന് ബസ്സിലൊക്കെ കയറിപ്പോയി ചാൻസ് ചോദിച്ചാൽ ഞങ്ങൾ മീഡിയയിലുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഞങ്ങളന്ന് ഒരുമിച്ചൊക്കെ പോയി നടന്ന് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെരുപ്പ് തേഞ്ഞു എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പഠിക്കുന്ന സമയം തുടങ്ങി ഇതിൻ്റെ പിന്നാലെ നടക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഷൂട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ കൊച്ചിയിലൊക്കെ ആണെങ്കിലും കവിത ഹോട്ടലിൽ അങ്ങനെ 1-2 കുറച്ച് സ്ഥലങ്ങളുള്ളൂ. അപ്പോൾ വിളിച്ചാലൊന്നും കൃത്യം നമുക്ക് റിപ്പോർട്ട് കിട്ടില്ല. അപ്പോൾ രാവിലെ നമ്മൾ വരുവാ ബസ് കയറി വന്ന് അവിടെ ചെല്ലും. അവിടെ ചെന്ന് ഇവിടെ ഷൂട്ടിംഗുകാർ വല്ലതും വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് അതൊരു കൗതുകം ഇപ്പം ചിന്തിക്കുമ്പോഴേ. ഫസ്റ്റ് പോയിട്ടുള്ള ഒരു ചാൻസ് വെച്ചത് മോട്ടൽ മയൂർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. കൊച്ചിയിൽ തന്നെയാ? കൊച്ചി തന്നെ മോട്ടൽ മയൂർ. അവിടെ കച്ചേരിപ്പടി ഇന്ന് ലെഫ്റ്റ് പോകുമ്പോൾ അവിടെ ഒരു ഹോട്ടലായിരുന്നു. അന്ന് 13 എപ്പിസോഡ് സീരിയൽ മാത്രമുള്ള കാലഘട്ടം. 13 എപ്പിസോഡ് മാത്രല്ലേ? 13 അന്ന് വീക്കിലി വൺസാ. അപ്പൊ മൺഡേ 7:30 ഒരു സീരിയൽ ആണെങ്കിൽ നെക്സ്റ്റ് മൺഡേ 7:30 സെക്കൻഡ് എപ്പിസോഡ്. ആ കാലഘട്ടമാണ്. അപ്പൊ അന്ന് 13 എപ്പിസോഡ് സീരിയൽ ദൂരദർശൻ സ്റ്റാർട്ട് ചെയ്ത് മലയാളം ദൂരദർശൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് സീരിയൽസുകളൊക്കെ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ മനോജ് ബാബു എന്ന് പറഞ്ഞൊരു ഡയറക്ടറിന്റെ ഒരു സീരിയൽ. അന്ന് പ്രൊഡക്ഷൻ സൈഡ് എല്ലാവരും തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത്. കേരളത്തിൽ കുറവാണ്. ഞങ്ങളുടെ ഒരു ക്യാമറമാൻ ഉണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പോൾ ഇല്ല, മരിച്ചുപോയി. ബി കുമാർ, അദ്ദേഹമൊക്കെ ആയിരുന്നു അന്നത്തെ ഒരു ലീഡിങ് ക്യാമറമാൻ. അപ്പോൾ അൻസവിഷൻ, മൂർത്തി ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ഒക്കെ ആയിരുന്നു അന്നത്തെ പ്രൊഡക്ഷൻ സൈഡ്. ഡയറക്ടർ പക്ഷേ മലയാളിയായിരുന്നു, ചെന്നൈ സെറ്റിൽഡാണ്. അപ്പോൾ അവരെല്ലാം അവിടെ നിന്നാണ് ക്രൂസ് വരുന്നത്. എന്തിനാ നമ്മളിവിടെ സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഒരു യൂണിറ്റ് ബസ് അന്ന് സിനിമയ്ക്ക് ഇവിടെ കിട്ടും, അവൈലബിൾ ആണ്. കൊച്ചിയിലും ട്രിവാൻഡ്രത്തൊക്കെ ഉണ്ട്. പക്ഷെ അത് വലിയ യൂണിറ്റ് ബസ്സായിരുന്നു. സീരിയലിന് പറ്റിയൊരു ജനറേറ്റർ വാൻ പോലും ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അന്ന് ഈ അവിടുന്ന് കുമാർ പവർ എന്നും പറഞ്ഞ് വരുന്ന ഒരു ബസ് അവിടുന്ന് ചെന്നൈയിൽ നിന്ന് ഓടി വരിക ഇവിടെ ഈ ഷൂട്ടിന് വേണ്ടി മാത്രം അവിടുന്ന് അതിൽ യൂണിറ്റ് ബോയ്സും ലൈറ്റ്മാൻ എല്ലാവരും ചേർന്നിട്ട് അവർ വരുവാണ്. ഈ വണ്ടി ഓടി 2 days എടുത്ത് ഇവർ ഓടി വരുന്നു. ഇവിടുത്തെ ഷൂട്ടിങ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. എറണാകുളത്ത് അവൈലബിൾ അല്ലായിരുന്നു. ഇന്നിപ്പോൾ എറണാകുളത്ത് ഒരു ക്ലിക്കിൽ 4 വണ്ടി ഒപ്പം കിട്ടും. ആ കാലഘട്ടമായിരുന്നു. അപ്പോൾ അന്ന് ആണ് നമ്മൾ ഈ അവസരം ചോദിച്ചിരുന്നത്. അങ്ങനെ ഈ ഹോട്ടലിൽ ചെല്ലുന്നു. അവിടെ ഇങ്ങനെ ആരോ പറഞ്ഞ് അവിടെയൊക്കെ ഷൂട്ടിംഗുകാർ വരാറുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ ലാൻഡ് ഫോൺ ഉള്ളല്ലോ, ഒന്ന് പേച്ചർ പോലും ഇല്ല. അപ്പോൾ നമ്മൾ ബൂത്തിൽ കയറി എന്നിട്ട് വിളിക്കും, വരാറായിട്ടുണ്ടോ. അപ്പോൾ ഒരു മോനെ ഇങ്ങനെ 13-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു പാർട്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. 13-ാം തീയതി ചെല്ലും അവർ 1 വീക്ക് മാറ്റി വെച്ചു, അവരിപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞു. 25 25-ാം തീയതി ആവുന്ന വീണ്ടും 25-ാം തീയതി പോകും. പിന്നെ മാറ്റി അങ്ങനെ ചെന്ന് പരിചയപ്പെട്ട ഒരു ടീമിൻ്റെ കൂടെയായിരുന്നു നമ്മൾ ഫസ്റ്റ് വർക്ക്. അപ്പോൾ അവരെനിക്ക് ആദ്യം നമ്മൾ ഈ ആർട്ടും ഇതൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയമായതുകൊണ്ട് കുറച്ച് ഒരു കുറ്റാന്വേഷണ കഥയുടെ ഒരു സീരിയൽ ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ അതിൽ 1-2 ചിത്രങ്ങളൊക്കെ വരയ്ക്കാനും ആ വർക്ക് എനിക്ക് ആദ്യം തരുന്നത്. അപ്പോൾ ഒരു കുട്ടി ഒരു പോലീസിൻ്റെ അടുത്ത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു കള്ളനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർമ്മയുണ്ട്. അപ്പോൾ ആ ആള് അന്ന് നിർമ്മൽ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റാണ് ചെയ്തത്. നിർമ്മലേണ്ണൻ മരിച്ചുപോയി. അപ്പോൾ നിർമ്മലേണ്ണയാണ് വരച്ച് ലാസ്റ്റ് അതിലേക്ക് എത്തണം. അപ്പോൾ ഈ കുട്ടി പറയുന്ന അനുസരിച്ച് പോലീസ് ഡ്രോയിങ് ഇടുകയാണ്, പോലീസ് ആർട്ടിസ്റ്റ് ഡ്രോയിങ് ചെയ്യുന്നു. അപ്പോൾ അത് നിർമ്മലേണ്ണൻ്റെ ഒരു ഫേസിലേക്ക് എത്തണം. അപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റ് ഞാൻ സീരിയൽ മീഡിയയിൽ വന്നിട്ട് എനിക്ക് തന്ന ഒരു ടാസ്ക് അതായിരുന്നു. പല സ്റ്റെപ്പുകളായിട്ട് വരയ്ക്കണം. ഒരു കൊച്ചു പറഞ്ഞു കൊടുക്കുമ്പോൾ വരയ്ക്കുന്ന പോലെ പോലീസ് ഞാൻ വരച്ചിട്ട് വേറെ ഹാൻഡിൽ ചെയ്യുന്ന പോലെയാണ് ചെയ്തത്. അപ്പോൾ പല സ്റ്റെപ്പുകൾ വരച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് പിരിയൊക്കെ വരപ്പിക്കും, ബാക്കി മുഴുവൻ ഞാൻ ചെയ്യും. അങ്ങനെ അതാണ്. അപ്പോൾ അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ നമ്മളെ ഇതിൻ്റെ ഒരു ഭാഗമാക്കി കൂടെ നിർത്താം എന്ന് വിചാരിച്ചു. അവർ അങ്ങനെ നമ്മൾ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ആക്ച്വലി ഞാൻ ഡയറക്ടർ ആവുന്നത്. അന്നത്തെ പേയ്മെന്റ് ഒക്കെ എങ്ങനെ ഡിപ്പാർട്ട്മെന്റിൽ? വളരെ കുറവായിരുന്നു. വളരെ കുറവെന്ന് പറഞ്ഞാൽ നമ്മൾ തരുന്നത് വാങ്ങിക്കുന്ന ഒരു രീതിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പേയ്മെന്റ് ഒക്കെ തരുന്നത് 150 rupees ഒക്കെ തരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ നമ്മളെ പേയ്മെന്റ് അല്ലായിരുന്നു നമ്മുടെ ആവശ്യം. നമുക്ക് എങ്ങനെയും വർക്ക് ചെയ്യുക, അതിനോടുള്ള ഒരു പാഷൻ, അതുകൊണ്ട് അതിലേക്ക് അങ്ങോട്ട് ഇൻവോൾവ് ആവാൻ വേണ്ടി എന്തും നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കും. പിന്നീട് വന്ന അവരുടെ ഒരു സീരിയൽ ഉഷസന്ധ്യ, പിന്നെ അതിൽ തന്നെ അഭിനയിക്കാനൊക്കെ അവസരം തന്നു. പിന്നീട് ഞാനൊരു അതുപോലെ കഥ പറയുന്ന കണ്ണുകൾ, ടോണിച്ചേട്ടൻ, നമ്മുടെ ടോണി എന്ന് പറയുന്ന നടൻ, ഇന്നത്തെ
ടോണി ചേട്ടനെ അറിയാലോ. അപ്പോൾ ടോണി എന്ന് പറയുന്ന നടൻ്റെ ഫസ്റ്റ് സീരിയലാണ്, ഫസ്റ്റ് സീരിയൽ. അതിൽ നമ്മുടെ ആലപ്പി ഉഷ ചേച്ചിയായിരുന്നു നായിക. അപ്പോൾ അതിലൊരു കുഞ്ഞു വേഷം ചെയ്യാൻ അവസരം കിട്ടി. പിന്നെ അങ്ങനെ അടുത്ത സീരിയൽ ചെയ്തു. പിന്നീട് ഉഷസന്ധ്യ എന്ന് പറഞ്ഞ സീരിയൽ, ഉഷസന്ധ്യ നല്ല സീരിയലായിരുന്നു. അത് നമ്മുടെ ഹരിശ്രീ അശോകൻ ചേട്ടൻ ഫസ്റ്റ് അഭിനയിക്കുന്നത്, സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് സീരിയലിൽ അഭിനയിക്കുന്നത് അശോകൻ ചേട്ടനായിരുന്നു ഒരു ത്രൂ ഔട്ട് വേഷം. അപ്പോൾ അത് പ്രശാന്ത് ഉണ്ണികൃഷ്ണൻ ഡയറക്ടർ, അത് എൻസ വിഷൻ്റെ തന്നെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ആർട്ട് ഡയറക്ഷൻ കംപ്ലീറ്റ് നമ്മളെ ഏൽപ്പിക്കുകയാണ്, മൊത്തത്തിൽ ചാർജ് ചാർജ്. അത് ഒരു ഇലക്ഷനും എന്താ പറയുക ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ ചെയ്യുന്നൊരു സീരിയലായിരുന്നു. അപ്പോൾ എറണാകുളം ടൗണൊന്നും അതിന് പറ്റില്ല. അപ്പോൾ അങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വന്ന്, അന്ന് ഞാൻ വളരെ ചെറുതാണ്. അപ്പോൾ എൻ്റെ വാക്ക് കേട്ടിട്ട് എൻ്റെ നാട്ടിലേക്ക് പെരുമ്പാവൂർ ഷൂട്ട് ചെയ്യാൻ, ഫുള്ള് എൻ്റെ നാട്ടിൽ കുറുപ്പുംപടിയിലും പെരുമ്പാവൂരുമായിട്ട് അത് ഷൂട്ട് ചെയ്തു. അപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്ത ലൊക്കേഷനുകൾ ഞാൻ തിരഞ്ഞെടുത്ത, നമ്മളന്ന് 18 വയസ്സുള്ളൂ. അപ്പോൾ 18 വയസ്സിൽ ഞാൻ അത് ഡയറക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു 18 വയസ്സുകാരനെ വിശ്വസിച്ച് ഇവരെല്ലാം വരിക, ഈ ക്രൂ മുഴുവൻ വരിക. ഞാൻ ഒരു അതിന് പറ്റിയ വീട് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു കൊടുക്കും. അപ്പോൾ ചെല്ലുമ്പോൾ എൻ്റെ നാട്ടിലായതുകൊണ്ട് എനിക്ക് ഭയങ്കര സ്വാതന്ത്ര്യമുണ്ട്. അവർ വലിയൊരു മന പോലത്തെ ഒരു വീടുണ്ടായിരുന്നു, ചെറിയ വീടുകളുണ്ടായിരുന്നു, റോഡ്, പാലം. ഞാനൊക്കെ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു പാലത്തിലായിരുന്നു അതിൻ്റെ ഒരു ഇലക്ഷൻ പ്രചാരണമൊക്കെ നടക്കുന്ന ജാഥയും ഒക്കെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ നാട്ടുകാർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. അങ്ങനെ അപ്പോൾ എൻ്റെ നാട്ടിൽ നിന്ന് തന്നെയാണ് ഞാൻ ശരിക്കും എൻ്റെ ഒരു ഓൺ പ്രൊജക്റ്റിൻ്റെ, ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പൂർണ്ണമായിട്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ ലൊക്കേഷനൊക്കെ പ്ലാൻ ചെയ്തത് അങ്ങനെയായിരുന്നു. അത് രസമായിരുന്നു. ഇപ്പൊ ആ സമയത്ത് ക്യാമറ കൊണ്ടുപോകുമ്പോ അതൊക്കെ അവിടുത്തെ ആൾക്കാർക്ക് ഒരു ഭയങ്കര ഈ ട്രോളിയൊക്കെ ഇട്ടിട്ടേ, ട്രാക്ക് ആൻഡ് ട്രോളി ഇട്ടിട്ട് അതിലൊക്കെ കയറിയിരുന്ന ക്യാമറമാൻ ഇങ്ങനെ ട്രെയിനിൽ പോകണമാതിരി പോകുമ്പോൾ ആളുകൾ ഭയങ്കര ഇതിന് ചാടി പോകില്ലേ എന്നൊക്കെ ചോദിച്ച് ഒരു ഭയങ്കര രസമായിരുന്നു അവർക്ക്. പിന്നെ വലിയ ലൈറ്റ്, HMI ലൈറ്റും, അന്നൊക്കെ HMI ആണ് ഉപയോഗിക്കുന്നത്, വലിയ ലൈറ്റുകൾക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ലൈറ്റൊക്കെ കൊണ്ടുപോയിക്കുമ്പോൾ ആളുകൾ ഭയങ്കര ഇത് പകൽ പോലെ ആയല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടുകാർ തന്നെ പറയുന്നത് കേൾക്കുമ്പോഴേ, കാണുന്നില്ലല്ലോ, ആദ്യമായിട്ടല്ലേ കാണുന്നത്. അന്ന് നീന കുറുപ്പ്, നീന ചേച്ചിയായിരുന്നു ഒരു ഹീറോയിൻ. ഭയങ്കര രസകരമാണ് ആ സീരിയല്. ഇപ്പോഴും അത് ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം അതിന്റെ പശ്ചാത്തലം മുഴുവൻ എൻ്റെ നാടാണല്ലോ. അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഫ്രീ ആയിട്ട് എല്ലാ വീടും, ഒരു വീട്ടിൽ പോലും 10 പൈസ കൊടുക്കണ്ട, എല്ലാ വീട്ടിലും ഇവരറിഞ്ഞ് എന്തെങ്കിലും കൊടുത്താൽ, ഞാൻ പലയിടത്തും വാങ്ങിപ്പിച്ച് കൊടുത്തു ഞാൻ. അപ്പോൾ എന്തെങ്കിലും കൊടുക്കണോട്ടോ എന്നൊക്കെ പറഞ്ഞ് അവസാനം കൊടുത്തു. അവർ കിട്ടുന്ന വലിയ സന്തോഷത്തോടെ അവർ അങ്ങനെ ആരും പൈസ ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ ലൊക്കേഷൻ കംപ്ലീറ്റ് അത് നിറച്ചു. അതിനകത്ത് പോസ്റ്റർ ഉണ്ടാക്കാനുണ്ട്, ചുമരെഴുത്ത്, 3 രാഷ്ട്രീയ കക്ഷികൾ മത്സരമുണ്ട്. അപ്പോൾ അവരുടെ 2 ഇലക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചുമരെഴുത്ത് കാര്യങ്ങളൊക്കെ അതിനകത്ത്, ഇതെല്ലാം ഞാൻ തന്നെ ചെയ്യുന്നേ. എഴുത്തൊക്കെ ഞാൻ തന്നെ എഴുതണം. ചുമരെഴുതുന്നത് ഞാൻ, പോസ്റ്റർ രാത്രി ഇരുന്ന് പോസ്റ്റർ ഉണ്ടാക്കും, വരച്ചുണ്ടാക്കുന്നേ. അന്ന് ഈ കമ്പ്യൂട്ടറും മീഡിയം പ്രിന്റിങ് ഒന്നും നടക്കില്ല. നമ്മൾ വലിയ ഡ്രോയിങ് പേപ്പർ വാങ്ങിച്ചു വെച്ചിട്ട് രാത്രി നിന്ന് വരയ്ക്കും, നേരം വിളിക്കുമ്പോൾ ഷൂട്ടിന് പോകും. ഉറക്കമില്ലാത്ത ദിവസങ്ങൾ. പക്ഷെ നമുക്ക് ആ ക്ഷീണം ഫീൽ ചെയ്തിട്ടേ ഇല്ല. എൻജോയ് ചെയ്യും നമ്മൾ. ഭയങ്കര നമ്മളിങ്ങനെ ഏൽപ്പിച്ചിരിക്കല്ലേ റെസ്പോൺസിബിലിറ്റി. അയ്യോ ഭയങ്കര, ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് കേട്ടോ. അതൊരു ഭയങ്കര റെസ്പോൺസിബിലിറ്റി ചെയ്തത് ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു. പിന്നെ ബാക്കി എല്ലാവരുടെയും ഒരു അംഗീകാരം കിട്ടുന്ന ഒരു സമയം കൂടിയാണല്ലോ. ഇപ്പോൾ ആസ് എൻ ബിഹൈൻഡ് ദ ക്യാമറ ആർട്ട് വർക്കായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ സീരിയലത്തെ ആൾക്കാർ പറയാണ് ഒരു ദിവസം ഓക്കെ നീ ഇനി ആക്ട് ചെയ്യണം അല്ലെങ്കിൽ കുറച്ച് അങ്ങനെ. അത് ഫസ്റ്റ് ടൈം അത് കേൾക്കുന്ന സമയത്ത് ഒരു ഉൾഭയം ഉണ്ടായിരുന്നു, എനിക്ക് പറ്റും, അതോ നോ ഞാൻ പറഞ്ഞില്ല. അതിനകത്ത് നമുക്ക് ഫസ്റ്റ് നമ്മളിതൊക്കെ കാണുമ്പോൾ നമുക്ക് ബിഹൈൻഡ് ദ ക്യാമറ നിൽക്കുന്ന അത് തന്നെയായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, താല്പര്യം അതായിരുന്നു. അതിനുശേഷം നമുക്കൊരു ആർട്ടിസ്റ്റിൻ്റെ ആയിട്ട് നമ്മൾ ഉൾക്കൊണ്ട് ഇങ്ങനെ എന്താ പറയുക, നമുക്ക് കുറച്ച് ക്യാരക്ടറുകൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം തോന്നി തുടങ്ങിയിരുന്നു. അപ്പോൾ ഞാനത് നമ്മുടെ ക്രൂവിൽ തന്നെയുള്ള ഡയറക്ടർ, അതുപോലെ വേണ്ടപ്പെട്ട പ്രൊഡ്യൂസർ, അങ്ങനെയുള്ളവരുടെ സ്ക്രിപ്റ്റ് റൈറ്ററോട് പറയുമായിരുന്നു. അതൊക്കെ പറയുമ്പോൾ തന്നെ അവർ നോട്ടറ നല്ല വേഷം വരുമ്പോൾ ചെയ്യാം. പിന്നെ നമ്മൾ ഈ പയ്യൻ പറയുമ്പോൾ ആർക്കും അങ്ങനെ തോന്നില്ലല്ലോ. അപ്പോൾ ചെറിയ ഏജിൽ അപ്പോൾ ചെറിയ സാധനങ്ങളൊക്കെ തന്ന് അതൊക്കെ ചെയ്ത് കുഴപ്പമില്ലാന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ഒരു ത്രൂഔട്ട് വേഷം കിട്ടിയത്. അപ്പോൾ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ എപ്പോഴെങ്കിലും നമ്മുടെ കയ്യിൽ വരും എന്ന് വിചാരിച്ച് ഇങ്ങനെ ചോദിച്ചു നമ്മൾ ചോദ്യത്തിനൊരു കുറവുണ്ടായിരുന്നില്ല. അപ്പോൾ ചോദിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയാണ് സമയത്തിലെ ആ നല്ലൊരു വേഷം കിട്ടി, ജോ എന്ന് പറഞ്ഞ ക്യാരക്ടർ സമയത്തിൽ. പിന്നെ ആ സമയം ഒറ്റ സീരിയൽ കഴിഞ്ഞ ശേഷം ഒരവസരം പോലും ചോദിക്കാതെ കാരണം അന്ന് നമുക്കൊന്നും നമ്പറില്ല, നമ്മുടെ നമ്പറിലൊന്നും അല്ല വിളിക്കുന്നത്. അതിൻ്റെ ഡയറക്ടറെയും പ്രൊഡ്യൂസറെയും സ്ക്രിപ്റ്റ് റൈറ്ററെയൊക്കെ വിളിച്ചിട്ട് മറ്റേ ആ ക്യാരക്ടർ ചെയ്ത പയ്യനെ നമുക്ക് നമ്മുടെ സീരിയലിലേക്ക് ഒരു വേഷം വേണം, അങ്ങനെയാണ്
നമ്മുടെ മുകേഷിന്റെ സിസ്റ്റർ സന്ധ്യ രാജേന്ദ്രൻ, സന്ധ്യ ചേച്ചിയായിരുന്നു പ്രൊഡ്യൂസർ, എ രാജേന്ദ്രനും സന്ധ്യ ചേച്ചി മുകേഷിന്റെ സിസ്റ്റർ. അവര് ഈ സുധാകർ മംഗളത്തെ വിളിച്ചു ചോദിക്കും, ഈ സമയത്തിന്റെ റൈറ്ററാണ്. റൈറ്ററെ വിളിച്ചു ചോദിച്ചിട്ട് ഞങ്ങൾക്ക് ആ പയ്യനെ വേണം, ഒരു വേഷം വേണം, ആ പയ്യനെ തന്നെ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ സുധാകരനാണ് എന്നെ വിളിച്ച് പറയുന്നത്, മോനെ ഇങ്ങനെ ഇവര് വിളിക്കും, മോൻ പോകണം. അപ്പോൾ അത് കൊല്ലത്തായിരുന്നു. അങ്ങനെ നമ്മൾ കൊച്ചിയിൽ നിന്ന് കൊല്ലം വരെ എത്തി. 2 വർഷം ഏഴിലും പല എന്ന് പറയുന്ന ഒരു ഹൊറർ സീരിയലായിരുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴും തമാശകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവിടുത്തെ ആർട്ട് ഡയറക്ടറും നമ്മളൊക്കെ ആയിട്ട് പെട്ടെന്ന് കമ്പനിയായി. അപ്പോൾ എന്നെ അഭിനയിക്കാൻ കൊണ്ട് നിർത്തുമ്പോൾ ഞാൻ അത് ശരിയായില്ല, അവിടെ നമുക്ക് അവിടെ ഒന്ന് ഇങ്ങനെയൊന്നും ആക്കണം നമ്മൾ അറിയാതെ പറഞ്ഞു പോയി. അപ്പൊ ഡയറക്ടറിനെ കളിയാക്കോ, അവന്റെ ആർട്ട് ഡയറക്ടർ പുറത്തേക്ക് വരുന്നു, അതല്ല ഇവിടെ വേണ്ട എന്നൊക്കെ മതി എന്ന് പറഞ്ഞ് കളിയാക്കും. പിന്നീട് അതില് കുറച്ച് ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറെ സാധനങ്ങൾ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ടെക്നോളജി അന്നില്ലല്ലോ. ഒരു മരത്തിന്റെ ചോട്ടിൽ നിന്ന് ഞങ്ങാനും ഒരു ഡോക്ടർ ക്യാരക്ടർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഭയപ്പാടുണ്ടാക്കുന്ന ഒരു സാധനം, ഈ മരത്തിന്റെ ഒരു തൊലി ഇങ്ങനെ പൊട്ടിയിട്ട് ബ്ലഡ് ഇങ്ങനെ ഒഴുകുക. അപ്പൊ നമ്മളിങ്ങനെ ഭയങ്കര അത്ഭുതപ്പെട്ട അതിലേക്ക് നോക്കുന്നു. അപ്പൊ അന്ന് അതിന്റെ ആ ഡയറക്ടർ അവൈലബിൾ അല്ലായിരുന്നു. ഞാനാ ചെയ്തത്. അപ്പൊ എങ്ങനെ ചെയ്യണം എന്ന് അവർക്ക് യാതൊരു ഐഡിയ ഇല്ല. ഇങ്ങനെ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു, ഇതെങ്ങനെ ചെയ്യണം എന്ന് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ എന്നോട് ഡയറക്ടർ ചോദിക്കുകയാണ്, അതെനിക്ക് ഭയങ്കര സന്തോഷം തന്നെ. ബിജോ ഇങ്ങനെ ഒരു സാധനം ചെയ്യണം, നിനക്ക് വല്ല ഐഡിയ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ചെയ്യാൻ ദിലീപേട്ടനാണ് അതിൻ്റെ ദിലീപ് എന്ന് പറഞ്ഞൊരു ഡയറക്ടർ. അപ്പോൾ സീരിയലിൽ ദിലീപാട്ടോ, മറ്റേ ആർട്ടിസ്റ്റാണ്. അപ്പോൾ ദിലീപേട്ടൻ അറിയാം. അപ്പോൾ ദിലീപേട്ടൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നൊരു സാഹചര്യം, ഞാൻ അഭിനയിക്കാൻ ചെന്നിരിക്കുന്ന ആളാണ്, ആർട്ടിസ്റ്റാണ്, അവിടെ അവരുടെ മുന്നിൽ നമ്മൾ ആ ഡയറക്ടറല്ല. പക്ഷേ ദിലീപേട്ടൻ ഓടി വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും, നമുക്ക് നെക്സ്റ്റ് സീനിൽ ഇങ്ങനെ ഒരു സംഭവം വേണം, എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ വളരെ സിമ്പിളായിട്ട് കുറച്ച് സാധനങ്ങൾ പറഞ്ഞു, അത് ഒപ്പിച്ചു കൊണ്ട് തന്നാൽ ഞാൻ ഈ ഗ്ലൂക്കോസിൻ്റെ പൈപ്പ് ഉണ്ടല്ലോ, നമ്മൾ ഗ്ലൂക്കോസ് കയറ്റുന്ന പൈപ്പ്, ആ പൈപ്പ് കുറച്ചൊരു 2 യൂണിറ്റിൻ്റെ പൈപ്പ് വേണം, പിന്നെ ആ ഗ്ലൂക്കോസ് കുപ്പി ഒരെണ്ണം വേണം, ബ്ലഡ് പിന്നെ ലൊക്കേഷനിലുണ്ടല്ലോ, മറ്റേ ഷൂട്ടിംഗ് ബ്ലഡ് ഉണ്ടല്ലോ. ഈ സാധനം വെച്ചിട്ട് ഞാൻ വലിയ വണ്ണമുള്ള മരം, അപ്പോൾ അതിൻ്റെ ഇങ്ങനെ കട്ട് ചെയ്ത് ആ ഗ്ലൂക്കോസ് പൈപ്പ് മാത്രം കിടക്കുന്ന രീതിയിൽ തൊലി കട്ട് ചെയ്ത് നമ്മൾ സ്പോട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഗ്ലൂക്കോസ് പൈപ്പ് അതിൻ്റെ ബോട്ടിൽ പുറയിലെ സൈഡിൽ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുവന്ന് അതിൽ പ്രഷർ കൊടുക്കാവുന്ന രീതിയിൽ കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് ഒരാൾ ബാക്കിൽ നിന്ന് പ്രസ് ചെയ്താൽ മതി ആവശ്യമുള്ളപ്പോൾ. ഈ സാധനം പൊട്ടിങ്ങൾ വരും. അത് സിമ്പിളായിട്ട് അത് വെച്ച് അടച്ച് പെയിൻ്റൊക്കെ വെച്ച് ഒട്ടിച്ച് കൊടുത്ത് പെട്ടെന്ന് വളരെ എത്ര 10 മിനിറ്റ് കൊണ്ട് എടുത്തോളൂ ഞാനത് ചെയ്തു കൊടുക്കാൻ. അപ്പോൾ അവിടെ കയറിയുന്ന സ്റ്റൂളൊക്കെ ഇട്ട് മരത്തിൻ്റെ മുകളിൽ കുറച്ച് ഹൈറ്റിലാണ്, അപ്പോൾ അവിടെ കയറിയുന്ന ഞാൻ തന്നെ ഇത് കൊട്ടിച്ചു കൊടുക്കുന്നു, അതിൻ്റെ പെയിൻ്റൊക്കെ വെച്ചു. അതോടെ ഭയങ്കര ലൊക്കേഷനിൽ എല്ലാവരും ഭയങ്കര കയ്യടിയും ഭയങ്കര സംഭവമായിരുന്നു അത്. അതിൻ്റെ ആ ഡയറക്ടർ ആ സമയത്ത് എന്തോ പുറത്ത് ഒരു വേറെ എന്തോ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പോയേക്കായിരുന്നു. അത് സിമ്പിളായിട്ട് ചെയ്തു. പുള്ളി വന്നപ്പോഴും ഭയങ്കര കെട്ടിപ്പിടിച്ച് അഭിനന്ദിക്കുന്നു. അല്ല, ഇപ്പോൾ ഓർക്കുമ്പോൾ നമുക്ക് അതൊക്കെ വലിയ സന്തോഷമാണ്. അത് ദിലീപേട്ടനിടയ്ക്ക് അത് വിളിക്കുമ്പോൾ പറയും. പിന്നീട് അതിനകത്ത് ഒട്ടുമിക്ക കാര്യങ്ങളും ഇതുപോലെ കോംപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ആർട്ട് ഡയറക്ടർ തന്നെ എന്നോട് വന്നിട്ട് അളിയാതെ നമുക്കിത് എങ്ങനെ ചെയ്യാം, എനിക്കിങ്ങനെ തോന്നുന്നുണ്ട്, അതിനും ബെറ്റർ ആയിട്ട് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ. അപ്പോൾ ഞാൻ പറയും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടുള്ള ആലോചനകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഭംഗിയായിട്ട് ചെയ്യാറുണ്ട്. അതെന്താന്ന് വെച്ചാൽ കുറെ ഓർമ്മകളുള്ള കാരണമാണ് ഇപ്പോഴും ഓർത്ത് പറയുന്നത്. ഇനി ഒരുപാട് ഓർമ്മകളൊക്കെ ഉണ്ടാവട്ടെ, ഒരുപാട് നല്ല സീരിയൽസിലെ ഭാഗമാകാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക് യു. യെസ്, ഓക്സിജൻ ഇയർ എൻഡ് സെയിൽ. ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ എൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. Say yes to EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert.